നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതി കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. 6 മാസം കഴിഞ്ഞ് എനിക്കെതിരെ വീണ്ടും വാദിക്കുമ്പോ ഞാൻ ചീത്തയാണെന്ന് മാത്രം പറയരുത്. പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായതുകൊണ്ട് പിരിയണമെന്ന് പറഞ്ഞാൽ മതി. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അപമാനിക്കരുത്. അനന്തമും വലുതാവുമ്പോ അവനും ഞാൻ ചീത്തയാണെന്ന് കരുതിയ പിന്നെ ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ ഒരു കേസിലും തോൽക്കരുത്. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത പ്രശസ്തനായ ഒരു വക്കീലാണെന്ന്. നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത ഒരു പ്രശസ്തനായ വക്കീലാണെന്ന്. നന്ദേട്ടാ, നന്ദേട്ടാ, വൈകുന്നേരം എന്താണ് കുത്തിവെക്കുന്ന അറിയണമല്ലോ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലതല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ? ഒരു മുതുമുത്തശ്ശനായിട്ട് ഇങ്ങനെ പല്ലുമൊക്കെ കൊഴിഞ്ഞു വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരും. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്ന് ഇത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. കുസൃതിത്തരങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും.
ഭാനു എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന്. നന്ദേട്ടന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നു അല്ലേ? നന്ദേട്ടൻ ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ? വേണ്ട, ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്ന് പറഞ്ഞാൽ അവളും കുഞ്ഞും ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന് അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനും ഉമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും അവളുടെ ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ.